ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 5 അടി നീളവും 3 അടി വീതിയും വരുന്ന ഒരു അൺഷേപ്പ്ഡ്, അതായത് സൈഡ് അൺഷേപ്പ്ഡ് ആയിട്ട് വരുന്ന ഒരു ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പിൻ്റെ വീഡിയോസാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പിഗ്മെൻറ്റുകൾ എന്ന് പറയുന്നത് മെറ്റാലിക് പിഗ്മെൻ്റ് ആണ്. മെറ്റാലിക് ബ്ലൂ ആണ് ഇതിലേക്ക് പിഗ്മെൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രെയിമിംഗ് എല്ലാം ചെയ്തതിന് ശേഷം എപ്പോക്സി കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം ഫ്രെയിമിംഗ് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പേയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിമിംഗ് സെറ്റ് ചെയ്തതിന് ശേഷം മെറ്റാലിക് പിഗ്മെൻറ്റ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് എല്ലാ രീതിയിലും നമ്മൾ മിക്സിംഗ് എല്ലാം പ്രോപ്പർ ആക്കിയതിന് ശേഷം മാത്രമാണ്, വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് നമ്മൾ ഓരോ ലെയറുകളും കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പേ നമ്മൾ ജസ്റ്റ് ബേസ് ആയിട്ടൊരു കോട്ടിങ് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൽഫ് അഡാപ്റ്റീവ് സ്റ്റിക്കറാണ് നമ്മൾ ഇതിൻ്റെ ബേസ്മെൻറ്റിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അക്രിലിക് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ സൈഡും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഇത്തരത്തിൽ നല്ല രീതിയിലേക്ക് എപ്പോക്സി കാസ്റ്റിംഗ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വുഡിൻ്റെ പ്രോപ്പർ ബോണ്ടിങ് കറക്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രെയിമിങ്ങും ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിംഗ് ഒക്കെ വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ ബെൻഡ് വരാനുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രെയിമിംഗ് എല്ലാം വൃത്തിയായിട്ട് ചെയ്ത് സൈഡ് ഭാഗത്തെല്ലാം തന്നെ നമ്മൾ സിലിക്കോൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ മെറ്റാലിക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മെറ്റാലിക് ബ്ലൂ പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള എപ്പോക്സി നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോക്സി എന്ന് പറയുന്നത് 2:1 റേഷ്യോയിലുള്ള എപ്പോക്സിയാണ് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അത് ഓരോ വ്യക്തികളുടെ വർക്കിനനുസരിച്ചിട്ട് നമുക്ക് 2:1 അല്ലെങ്കിൽ 3:1 നമുക്ക് ഒഴിക്കാവുന്നതാണ്. കാരണം ഏറ്റവും കൂടുതൽ കാസ്റ്റിംഗ് തിക്നെസ് വേണ്ട സമയങ്ങളിലേക്ക് നമുക്ക് ടോപ്പ് കോട്ടിങ്ങിനോ അല്ലെങ്കിൽ ഇൻബിൽറ്റായിട്ട് നമുക്ക് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് 2:1 3:1 നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ലെയർ ഡ്രൈ ആയതിനു ശേഷം നമ്മൾ സെക്കൻഡ് ലെയർ കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ഏകദേശം 24 hours നമുക്ക് അതിൻ്റെ ഡ്രൈയിങ് ടൈം വരുന്നത്. അതിനുശേഷം മെറ്റാലിക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ സെക്കൻഡ് ലെയറും കൂടെ നമ്മൾ കാസ്റ്റ് ചെയ്തു. ഇപ്പോൾ ഏകദേശം നമുക്ക് ടോപ്പ് ലെവലിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം സാൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ടോപ്പ് ലെവൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ലെയർ ബൈ ലെയറായിട്ട് കാസ്റ്റ് ചെയ്തതല്ല, അതുപോലെ തന്നെ അക്രിലിക് എല്ലാം തന്നെ നമ്മൾ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന അക്രിലിക് എല്ലാം തന്നെ റിമൂവ് ചെയ്യുകയാണ്. റിമൂവ് ചെയ്തതിന് ശേഷം വുഡും എപ്പോക്സും തമ്മിൽ ചെറിയൊരു അന്തരം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം തന്നെ സർഫസ് നമ്മൾ ലെവൽ ചെയ്യുകയാണ് അടുത്ത പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അക്രിലിക് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും ചെയ്യും. അപ്പോൾ അത്തരത്തിൽ റിമൂവ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ ടോപ്പ് കോട്ടിങ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് സർഫസ് സാൻഡിങ് ചെയ്തിട്ട് ലെവൽ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് CNC മെഷീൻ്റെ സഹായത്തോട് കൂടിയിട്ട് ടോപ്പ് ലെവലിങ്ങും ചെയ്യാവുന്നതാണ്. നമ്മൾ CNC മെഷീൻ്റെ സഹായത്തോടു കൂടി ടോപ്പ് ലെവൽ ചെയ്തതിന് ശേഷം നല്ല പോലെ സാൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് 1 by 1 ആയിട്ടുള്ള സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാൻഡിങ് ചെയ്യുന്നത്. സാൻഡിങ് ചെയ്തതിന് ശേഷം ടോപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് ഇത് സാൻഡിങ് മെത്തേഡ് എന്ന് പറഞ്ഞ റിസൾട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വുഡ് മാറ്റും എപ്പോക്സി ഗ്ലോസി ഉള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് എപ്പോക്സിയുടെ ഭാഗം നമ്മൾ ഫുള്ളി ഗ്ലോസി സർഫസിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സാൻഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വുഡ് ഡൈനിങ് ടേബിളിൻ്റെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു മാറ്റ് ഫിനിഷിംഗ് ആണ്. എന്നാൽ എപ്പോക്സിയുടെ ഭാഗം നമുക്ക് അത്യാവശ്യത്തിന് ഗ്ലോസി ഫിനിഷിംഗ് ആയിട്ട് നിൽക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാൻഡിങ് പേപ്പേഴ്സ് വാട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നല്ല പോലെ സാൻഡ് ചെയ്തിട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ എപ്പോക്സി ഉപയോഗിച്ചുകൊണ്ടുള്ള വർക്കുകൾ പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നതിനോ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് കയറിയിട്ട് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളുടെ അപ്ഡേഷൻ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ് പേജുകളും ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യുന്നത് ടോപ്പ് ലെയറിന് വേണ്ടിയിട്ട് വുഡിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഡാനിഷ് ഓയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഓയിലാണ്. ഇത് വുഡിനൊരു ടോപ്പ് കോട്ടിങ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അതിനുശേഷം റബ്ബിങ്ങും പോളിഷിങ്ങും ചെയ്തതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഡെലിവർ ചെയ്യുന്നത്. ഇപ്പോഴേ നിങ്ങൾക്ക് വുഡിലെ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ എപ്പോക്സിയിൽ നമ്മൾ ഡാനിഷ് ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വരുന്ന വ്യത്യാസങ്ങളൊക്കെ വളരെയധികം തന്നെ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ടോപ്പ് കോട്ടിംഗ് ആയിട്ട് ഒരു പോളിഷിങ് അതുപോലെ തന്നെ റബ്ബിങ് എല്ലാം ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ ഏറ്റവും ക്വാളിറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ മറക്കാതെ ഫോളോ ചെയ്യുക. താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്ക് ഫോൺ ചെയ്ത് സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ട് കോൺടാക്ട് നമ്പറോടെല്ലാം നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം.